ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ടേസ്റ്റി പുഡിംഗ് ഉണ്ടാക്കിയില്ലെങ്കിൽ വലിയ നഷ്ടമാട്ടോ. അപ്പം നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് ഇപ്പോൾ ഒരു റെസിപ്പി വീഡിയോ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് കണ്ടുനോക്കാം. ഇതിനിപ്പോൾ മെയിനായിട്ട് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഞാനിവിടെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ഇനി വേണ്ടത് 1/2 ലിറ്ററോളം പാലാണ്. ഞാനിപ്പോൾ ചൂടായ ഒരു പാനിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് പാലിൻ്റെ 1/4 ഭാഗത്തോളം നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാക്കി വരുന്ന പാല് ഒരു കപ്പിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 ടീസ്പൂണോളം കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതാ നേരത്തെ ചൂടാക്കാൻ വെച്ച പാലിലേക്ക് 50 ഗ്രാമോളം ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കട്ടായി പോയതാണ്. ഡാർക്ക് ചോക്ലേറ്റോ ഓർ മിൽക്ക് ചോക്ലേറ്റോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് പാലിൽ മിക്സായിട്ട് വരണം. ഇതിപ്പോൾ ഇവിടെ ഏകദേശം ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കോൺഫ്ലവർ കലക്കി വെച്ച സെയിം പാലാണ്. ഇതിലേക്ക് 3 ടീസ്പൂണോളം കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഈ മിക്സ് വേണം നമുക്ക് ചൂടായ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ മധുരമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ആഡ് ചെയ്ത ചോക്ലേറ്റിൽ തന്നെ അത്യാവശ്യം മധുരം ഉള്ളതാണ്. നിങ്ങൾക്ക് ഇതിൽ കുറച്ച് കൂടുതലായിട്ട് മധുരം നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മേഡോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാലിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലെടുക്കുന്ന മെഷർമെൻറ്റൊക്കെ കറക്റ്റ് ഫോളോ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ കോൺഫ്ലോർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒരു പുഡിങ് കിട്ടില്ല. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോഫി പൗഡറാണ് ഇപ്പോൾ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇത് നമ്മൾ ഈ ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പുഡിംഗ് ട്രേയോ പാത്രമോ എടുത്തിട്ട് നമ്മൾ ഓരോ ബിസ്ക്കറ്റും കോഫി മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതവിടെ ഒരു ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലായിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള പാലിൻ്റെ മിക്സ് കൂടെ ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സെക്കൻഡ് ലെയർ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ നമ്മൾ ബിസ്ക്കറ്റ് കോഫി മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് 3rd ലെയർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നട്ട്സൊക്കെ കയ്യിലുള്ളവർ ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 3rd ലെയർ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും നമ്മൾ ചോക്ലേറ്റ് സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ലെയർ ഇത് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് നമ്മൾ ലെയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ ഇതിൻ്റെ മേലായിട്ട് ചോക്ലേറ്റ് ഷ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ സിമ്പിളും അല്ലേ ഉണ്ടാക്കാൻ. ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു ഹാഫ് അവറൊക്കെ വെച്ചിട്ട് വേണം കേട്ടോ സെർവ് ചെയ്യാൻ. അപ്പോൾ ഞാനിതാ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടെൻഡറായിട്ടുള്ള പുഡിങ് കേട്ടോ. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പുഡിങ് എത്ര കഴിച്ചാലും നമുക്കൊരു മടുപ്പ് ഫീലൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് പുഡിങ് നിങ്ങളൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പുഡിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.